നമസ്തേ. ഇന്ത്യൻ സാംസ്കാരികതയും പൈതൃകവുമൊക്കെ വിഭിന്ന കലാരൂപങ്ങളായി പ്രദർശിപ്പിക്കപ്പെടുന്നതൊന്നും കാണാതെ, കോടിക്കണക്കിന് വിശ്വാസി സമൂഹത്തെ കാണാതെ, കുംഭമേള എന്നാൽ ഏതാനും സന്യാസിമാരുടെ അശ്ലീല മേളയാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ. അത് അവരുടെ ഉള്ളിൽ തിങ്ങി നിറയുന്ന വർഗീയത കൊണ്ട് മാത്രമാണ് എന്ന്. അവരോട് ഒരു കഥ പറഞ്ഞു തരാം. തനിക്കുള്ളതെല്ലാം ദാനം ചെയ്ത് ഒരൊറ്റ മുണ്ടുമായി ആരും എത്തിപ്പെടാൻ കഴിയാത്ത എങ്ങോ പോകാൻ ഒരുങ്ങുകയായിരുന്നു മഹാവീരൻ. അദ്ദേഹം ഒരു രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദാനം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ രാജ്യത്തുള്ള സകലരും അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റാനായി അവിടേക്ക് ഓടിയെത്തി. അവസാനം ഒരൊറ്റ മുണ്ടുമായി അദ്ദേഹം അവശേഷിച്ചപ്പോഴാണ് മുടന്തനായ ഒരു ഭിക്ഷക്കാരൻ വരുന്നത്. എല്ലാം ദാനം നൽകിയതിന് ശേഷം പോകാനൊരുങ്ങിയ മഹാവീരനെ കണ്ടപ്പോൾ ഭിക്ഷക്കാരൻ വിലപിച്ചു. ഞാൻ വരികയായിരുന്നു, പക്ഷേ മുടന്തായത് കാരണം മറ്റുള്ളവരുടെ വേഗത എനിക്കില്ല. ഞാൻ എൻ്റെ ശരീരം താങ്ങി പിടിച്ചെത്തിയപ്പോൾ അങ്ങിതാ രാജ്യം വിടുകയാണ്. അങ്ങയുടെ രാജ്യത്തെ ഏറ്റവും ഗതികെട്ടവന് പക്ഷേ ഒന്നും കിട്ടിയതുമില്ല. മഹാവീരൻ തൻ്റെ ഒറ്റമുണ്ട് അപ്പോൾ രണ്ടായി കീറി. അതിൽ പകുതി ഭിക്ഷക്കാരൻ്റെ കൈകളിലേക്ക് നൽകി. ശേഷം അവനോടായി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അപൂർവ രത്നങ്ങൾ ഘടിപ്പിച്ച മുണ്ടാണ്. ഇതിൻ്റെ പകുതി കൊണ്ട് നിനക്ക് ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാം. മറ്റേ പകുതി മാത്രം മതി എനിക്ക്. അരയ്ക്കു ചുറ്റും തോർത്ത് പോലെയായി തീർന്ന ആ പാതി മുണ്ടുമായി മഹാവീരൻ കാട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ശേഷിച്ച മുണ്ടിൻ കഷ്ണം ഒരു റോസാ ചെടിമേൽ പറ്റിപ്പിടിച്ചത് അദ്ദേഹം വേഗത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. അത് വലിച്ചെടുക്കുന്ന സമയം ഒരു കൊള്ളിവെട്ടം പോലെ മഹാവീരന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു കയറി. എന്ത് കാര്യത്തിന്? അല്പം കൂടി കഴിഞ്ഞാൽ ഈ മുണ്ടും എനിക്ക് നഷ്ടപ്പെടും. വില പിടിച്ച മുണ്ടായതുകൊണ്ട് തന്നെ എനിക്കിത് ഊണിലും ഉറക്കത്തിലും സംരക്ഷിക്കേണ്ടി വരും. ഭിക്ഷക്കാരൻ അവന്റെ പങ്ക് നിർവഹിച്ചതുപോലെ റോസാ കമ്പ് അതിൻ്റെ പങ്ക് ചിലപ്പോൾ നിർവഹിച്ചതായിരിക്കാം. ഞാനിപ്പോൾ പരിപൂർണ സ്വതന്ത്രനായിരിക്കുകയാണ്. എനിക്കൊന്നും ഇനി ഭയപ്പെടാനില്ല. ആർക്കും എന്നിൽ നിന്നും ഒന്നും അപഹരിക്കുവാനും കഴിയില്ല. ഞാനും സകല ചരാചരങ്ങളും ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. ഭേദഭാവങ്ങൾക്കോ ബോധചിന്തകൾക്കോ ഇനി എന്ത് സ്ഥാനമാണുള്ളത്? രൂപലാവണ്യത്തിനോ വൈരൂപ്യങ്ങൾക്കോ ഇനി എന്ത് സ്ഥാനമാണുള്ളത്? പരിഹാസങ്ങൾക്കോ അനുമോദനങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ ഇനി എന്ത് സ്ഥാനം? ഞാൻ സ്വതന്ത്രനായി. പരമമായ അന്വേഷണത്തിന്റെ പാതയിൽ ഞാൻ പരിപൂർണമായി സ്വതന്ത്രനായിരിക്കുന്നു. സനാതനധർമ്മത്തിലെ അത്യധികം ഉന്നതമായ ചിന്താരീതിയും ദാർശനിക പാതയുമാണ് മഹാവീരൻ അന്ന് തിരിച്ചറിഞ്ഞത്. മഹാവീരന്റെ ആത്മാന്വേഷണത്തിന്റെ സ്വാതന്ത്ര്യ പാതയിൽ ഒരു തുണ്ട് വസ്ത്രത്തിനു പോലും തടസ്സം നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇതേ ഉന്നതമായ ചിന്താദർശനമാണ് കുംഭമേളയിലും അല്ലാതെയും നാം കാണുന്ന ദിഗംബര സന്യാസികളെ നയിക്കുന്നത്. മഹാവീരനും മുന്നേ അവർ ഈ രീതിയുമായി അന്വേഷണത്തിനായി സഞ്ചരിച്ചിരുന്നു, അലഞ്ഞു നടന്നിരുന്നു. സാധാരണ മനുഷ്യർക്ക് മുന്നിൽ പരിഹാസ്യരാകുമെന്നോ അപമാനിക്കപ്പെടുമെന്നോ എന്നൊന്നും അവർ ചിന്തിച്ചതുപോലുമില്ല. കാരണം അത്തരം പരിഹാസങ്ങൾക്കോ കളിയാക്കലുകൾക്കോ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഇനി സ്ഥാനവുമില്ല. അവർ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഉൾക്കൊള്ളുന്നതുമെല്ലാം ശിവനാണ്. പുറമേ നിന്നുള്ളവർക്ക് അവർ ശൂലധാരികളായ മനുഷ്യരായാണ് ദൃശ്യമാകുന്നത്. എങ്കിലും അവർക്ക് അങ്ങനെയൊരു ശരീരം പോലും ഉള്ളതായി ചിലപ്പോൾ അറിവുണ്ടാകില്ല. പരമമായ ആനന്ദത്തിൽ അവർ ഇങ്ങനെ സഞ്ചരിക്കുകയായിരിക്കും, മനുഷ്യന്റെ ഭൗതികവാദത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട്. കുംഭമേളയിലെ ദിഗംബര സന്യാസികളെ, കൗബീനധാരികളായ അഘോരികളെ, നഗ്നതയുടെ പേരിൽ കളിയാക്കി പുളകം കൊള്ളുന്ന കുറച്ചു പേരെ നാം ഇപ്പോൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും അത് ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇവനൊക്കെ തന്നെയാണ് ഭാരതത്തിന്റെ ആത്മാവ് വൈവിധ്യമാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എന്നോർക്കണം. അവരുടെ വൈവിധ്യം എന്നതിൽ സനാതനധർമ്മത്തിന്റെ വ്യത്യസ്ത ധാരകളില്ല, പ്രീണന നയങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ വൈവിധ്യവും എന്ന് തന്നെ പറയണം. കുംഭമേള നടക്കുമ്പോൾ പ്രയാഗ്രാജിലും വാരണാസിയിലും അല്ലാത്തപ്പോൾ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലും ഹിമാലയത്തിലെ അജ്ഞാതമായ മണ്ഡലങ്ങളിലും അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശിവനെ അറിയാൻ, ശിവനെ തേടി, എല്ലാത്തിലും ശിവനെ ദർശിച്ച് ഒടുവിൽ ശിവനായി മാറുന്നവരാണ് അവർ. ശിവം പൂജ ശിവം യജേത്.